ശാന്തി 24/9/25 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനു വേണ്ടി. എത്രത്തോളം നിങ്ങൾ ഓർമ്മയിലിരിക്കുമോ അത്രയും ബാറ്ററി ചാർജായിക്കൊണ്ടിരിക്കും. ചോദ്യം: നിങ്ങളുടെ സത്യത്തിൻ്റെ തോണിക്ക് കൊടുങ്കാറ്റ് ഏൽക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: കാരണം ഈ സമയത്ത് ആർട്ടിഫിഷ്യലായ വളരെ പേർ ഇറങ്ങിയിരിക്കുകയാണ്. ചിലർ സ്വയം ഭഗവാനാണ് എന്ന് പറയുന്നു, ചിലർ അത്ഭുത സിദ്ധികൾ കാണിക്കുന്നു. അതിനാൽ മനുഷ്യർക്ക് സത്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. സത്യത്തിൻ്റെ തോണിയെ കുലുക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ സത്യത്തിൻ്റെ തോണി ഒരിക്കലും മുങ്ങുക സാധ്യമല്ല. ഇന്ന് ആര് വിഘ്നമിടുന്നുവോ അവർ നാളെ മനസ്സിലാക്കും, സദ്ഗതിക്കുള്ള വഴി ഇവിടെ നിന്ന് മാത്രമാണ് ലഭിക്കേണ്ടത്. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരേ ഒരു കടയാണ്. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി അഥവാ ആത്മാക്കളെ പ്രതി. കാരണം ആത്മാവാണ് കാതുകളിലൂടെ കേൾക്കുന്നത്. ധാരണ ആത്മാവിലാണ് ഉണ്ടാകുന്നത്. ബാബയുടെ ആത്മാവിലും ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണ്. കുട്ടികൾക്ക് ഈ ജന്മത്തിൽ ആത്മാഭിമാനി ആകേണ്ടതുണ്ട്. ഭക്തിമാർഗത്തിൽ 63 ജന്മം, ദ്വാപരയുഗം മുതൽ നിങ്ങൾ ദേഹാഭിമാനത്തിൽ കഴിയുന്നു. ആത്മാവ് എന്താണ്? ഈ അറിവും ഉണ്ടായിരിക്കുന്നില്ല. ആത്മാവ് തീർച്ചയായും ഉണ്ട്. ആത്മാവ് തന്നെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ദുഃഖവും ആത്മാവിന് തന്നെയാണ് ഉണ്ടാകുന്നത്. പറയുന്നതും പതീത ആത്മാവ്, പാവന ആത്മാവ് എന്നാണ്. പതീത പരമാത്മാവ് എന്നൊരിക്കലും കേട്ടിട്ടില്ല. സർവരുടെയും ഉള്ളിൽ പരമാത്മാവ് അഥവാ ഉണ്ടായിരുന്നെങ്കിൽ പതീത പരമാത്മാവായേനെ. അപ്പോൾ മുഖ്യമായ കാര്യമാണ് ആത്മാഭിമാനി ആവുക. ആത്മാവ് എത്ര ചെറുതാണ്! അതിൽ എങ്ങനെയാണ് പാർട്ട് നിറഞ്ഞിരിക്കുന്നത്? ഇത് ആർക്കും അറിയില്ല. നിങ്ങളാണെങ്കിൽ പുതിയ കാര്യമാണ് കേൾക്കുന്നത്. ഈ ഓർമ്മയുടെ യാത്രയും ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. പ്രയത്നവും ഇതിലാണ്. അടിക്കടി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ഇതുപോലെ നോക്കൂ, ഈ എമർജൻസി ലൈറ്റ് വന്നിരിക്കുകയാണ്. അത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നു. ഇതിനെ വീണ്ടും ചാർജ് ചെയ്യുന്നു. ബാബ ഏറ്റവും വലിയ പവറാണ്. ആത്മാക്കൾ എത്ര അനേകമുണ്ട്! എല്ലാവർക്കും ആ പവറിൽ നിന്നും നിറയ്ക്കേണ്ടതുണ്ട്. ബാബ സർവശക്തിവാനാണ്. നമ്മൾ ആത്മാക്കൾക്ക് ആ ഒന്നുമായി യോഗം ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ ബാറ്ററി എങ്ങനെ ചാർജ് ആകും? ഡിസ്ചാർജ് ആകുന്നതിന് മുഴുവൻ കൽപ്പവും എടുക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാറ്ററി ചാർജ് ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ബാറ്ററി ഡിസ്ചാർജ് ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ചാർജ് ചെയ്യണം. എങ്ങനെ? ബാബ പറയുന്നു, എന്നോട് യോഗം യോജിപ്പിക്കൂ. ഇത് വളരെ സഹജമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാബ പറയുന്നു, എന്നോട് ബുദ്ധിയോഗം യോജിപ്പിക്കൂ. അപ്പോൾ നിങ്ങളുടെ ആത്മാവിൽ പവർ നിറഞ്ഞ് സദോ പ്രധാനമായി മാറും. പഠനമാണെങ്കിൽ സമ്പാദ്യം തന്നെയാണ്. ഓർമ്മയിലൂടെ നിങ്ങൾ പാവനമാകുന്നു, ആയുസ് വലുതാകുന്നു, ബാറ്ററി ചാർജ് ആകുന്നു. ഓരോരുത്തരും നോക്കണം എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ബാബയെ മറക്കുന്നതിലൂടെ തന്നെയാണ് ബാറ്ററി ഡിസ്ചാർജ് ആകുന്നത്. ആർക്കും സത്യമായ കണക്ഷനില്ല. സത്യമായ കണക്ഷൻ തന്നെ കുട്ടികളായ നിങ്ങളുടേതാണ്. ബാബയെ ഓർമ്മിക്കാതെ ജ്യോതി എങ്ങനെ തെളിയും? ജ്ഞാനവും കേവലം ഒരു ബാബ തന്നെയാണ് നൽകുന്നത്. നിങ്ങൾ അറിയുന്നുണ്ട്,
ജ്ഞാനമാണ് പകൽ, ഭക്തിയാണ് രാത്രി. പിന്നെ രാത്രിയോട് വൈരാഗ്യമുണ്ടാകുന്നു. പിന്നെ പകൽ ആരംഭിക്കുന്നു. ബാബ പറയുന്നു, രാത്രിയെ മറന്നേക്കൂ, ഇപ്പോൾ പകലിനെ ഓർമ്മിക്കൂ. സ്വർഗമാണ് പകൽ, നരകമാണ് രാത്രി. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ചൈതന്യത്തിലാണ്. ഈ ശരീരം വിനാശിയാണ്. മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെടുന്നു, മണ്ണിൽ ചേരുന്നു. ആത്മാവാണെങ്കിൽ അവിനാശിയാണല്ലോ, പിന്നെ ബാറ്ററി ഡിസ്ചാർജ് ആകുന്നു. ഇപ്പോൾ നിങ്ങൾ എത്ര വിവേകശാലിയാകുന്നു. നിങ്ങളുടെ ബുദ്ധി വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്നും നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ സൂക്ഷ്മവതനത്തെക്കുറിച്ചും മനസ്സിലായി കഴിഞ്ഞു. അവിടെ വിഷ്ണുവിന് 4 കൈകൾ കാണിക്കുന്നു. ഇവിടെയാണെങ്കിൽ 4 കൈകൾ ഉണ്ടായിരിക്കുകയില്ല. ആരുടെയും ബുദ്ധിയിൽ ഇതുണ്ടായിരിക്കുകയില്ല. ബ്രഹ്മ, സരസ്വതി, പിന്നെ ലക്ഷ്മി നാരായണൻ ആകുന്നു. അതിനാലാണ് വിഷ്ണുവിന് 4 കൈകൾ നൽകിയിരിക്കുന്നത്. ബാബയ്ക്കല്ലാതെ ആർക്കും മനസ്സിലാക്കിച്ചു തരാൻ സാധിക്കില്ല. ആത്മാവിൽ തന്നെയാണ് സംസ്കാരം നിറയുന്നത്. ആത്മാവ് തന്നെയാണ് തമോ പ്രധാനത്തിൽ നിന്നും വീണ്ടും സതോ പ്രധാനം ആകുന്നത്. ആത്മാക്കൾ തന്നെയാണ് ബാബയെ വിളിക്കുന്നത്. ഓ ബാബ, നമ്മൾ ഡിസ്ചാർജ് ആയിരിക്കുകയാണ്, ഇപ്പോൾ അങ്ങ് വരൂ, നമുക്ക് ചാർജ് ആകണം. ഇപ്പോൾ ബാബ പറയുന്നു, എത്രത്തോളം ഓർമ്മിക്കുമോ അത്രയും ശക്തി വരും. ബാബയോട് വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കണം. ബാബ, നമ്മൾ അങ്ങയുടേതാണ്, അങ്ങയുടെ കൂടെ തന്നെ വീട്ടിലേക്ക് പോകുന്നവരാണ്. ഏതുപോലെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുവല്ലോ, ഇവിടെ നിങ്ങൾക്ക് അലങ്കരിക്കുന്നവരായ 2 പിതാവിനെ ലഭിച്ചിരിക്കുകയാണ്. അലങ്കാരം നല്ലതായിരിക്കേണ്ടത് ആവശ്യമാണ്. അതായത് സർവഗുണ സമ്പന്നം ആകണം. സ്വയം തന്നോട് ചോദിക്കണം, എന്നിൽ ഏതെങ്കിലും അവഗുണം ഇല്ലല്ലോ. മനസ്സ കൊടുങ്കാറ്റ് വന്നാലും കർമ്മത്തിലൂടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആർക്കെങ്കിലും ദുഃഖം നൽകുന്നില്ലല്ലോ. ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. നമ്മളും എല്ലാവർക്കും സുഖത്തിനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. ബാബ ധാരാളം യുക്തികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സേനയാണ്. നിങ്ങളുടെ നാമം തന്നെ പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ എന്നാണ്. ആര് ഉള്ളിൽ വന്നാലും ആദ്യം ഇത് ചോദിക്കൂ, എവിടെ നിന്നും വന്നിരിക്കുകയാണ്, ആരുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. നമ്മൾ BKയുടെ അടുക്കൽ വന്നിരിക്കുകയാണ് എന്ന് പറയും. ശരി, ബ്രഹ്മാവ് ആരാണ്? പ്രജാപിത ബ്രഹ്മാവ് എന്ന നാമം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങളും പ്രജാപിതാവിൻ്റെ കുട്ടികളാണ്. എല്ലാവരും പ്രജകളായല്ലോ. നിങ്ങളുടെ പിതാവാണ്, നിങ്ങൾ കേവലം അറിയുന്നില്ല. ബ്രഹ്മാവും തീർച്ചയായും ഒരാളുടെ കുട്ടി ആയിരിക്കുമല്ലോ. ആ ഒന്നിൻ്റെ, അതായത് ബ്രഹ്മാവിൻ്റെ പിതാവിന് ഒരു ശരീരം കാണപ്പെടുന്നില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കർ, ഈ 3 പേർക്കും ഉപരിയാണ് ശിവ് ബാബ. ത്രിമൂർത്തി ശിവൻ എന്ന് പറയുന്നു. 3 പേരുടെയും രചയിതാവാണ്. മുകളിൽ ഒരു ശിവ് ബാബ, പിന്നെ ഉള്ളത് 3 പേർ. വംശാവലി ഉണ്ടായിരിക്കുന്നതല്ലോ. ബ്രഹ്മാവിൻ്റെ പിതാവ് തീർച്ചയായും ഭഗവാൻ തന്നെയായിരിക്കും. ആ ഒന്ന് ആത്മാക്കളുടെ പിതാവാണ്. ശരി, പിന്നെ ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന നാമം വയ്ക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് പേര് വച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന പേര് വച്ചിരിക്കുകയാണ്. പറയുന്നു, ഇത് എൻ്റെ ദിവ്യവും അലൗകികവുമായ ജന്മമാണ്. കുട്ടികളായി നിങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നു, പിന്നെ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു, പിന്നെ നിങ്ങളെ കേൾപ്പിക്കുന്നു.
അതിനാൽ ഇതായി ബാബ് ദാദ. ആരിലാണോ പ്രവേശിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാവുണ്ടല്ലോ, അതിന് സമീപത്ത് വന്ന് ഇരിക്കുന്നു. രണ്ട് ആത്മാക്കളുടെയും പാർട്ട് ഇവിടെ വളരെയധികം നടക്കുന്നു. ആത്മാവിനെ വിളിക്കുമ്പോൾ ആത്മാവ് എവിടെയാണ് വന്ന് ഇരിക്കുന്നത്? തീർച്ചയായും ബ്രാഹ്മണൻ്റെ സമീപത്ത് വന്ന് ഇരിക്കും. ഇതും രണ്ട് ആത്മാക്കളാണ്, ബാബയും ദാദായും. ഇദ്ദേഹത്തെക്കുറിച്ച് ബാബ പറയുന്നു, തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല. നിങ്ങളോടും പറയുന്നു, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സ്മൃതി വന്നു. കൽപ്പകൽപ്പങ്ങളിൽ 84ൻ്റെ ചക്രം കറങ്ങി, പിന്നെ തിരികെ പോകുന്നു. ഇത് സംഗമയുഗമാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ ആകുന്നു. യോഗത്തിലൂടെ നിങ്ങൾ സതോ പ്രധാനമായി മാറും. ബാറ്ററി ചാർജ് ആകും. പിന്നെ സത്യയുഗത്തിൽ വരും. ബുദ്ധിയിൽ മുഴുവൻ ചക്രവും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡീറ്റെയിലിലേക്ക് പോകാൻ സാധിക്കില്ല. വൃക്ഷത്തിനും ആയുസ്സുണ്ട്, പിന്നെ ഉണങ്ങിപ്പോകുന്നു. ഇവിടെയും എല്ലാ മനുഷ്യരും ഉണങ്ങിപ്പോയതുപോലെയാണ്. എല്ലാവരും പരസ്പരം ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സർവരുടെയും ശരീരം ഇല്ലാതാകും. ബാക്കി ആത്മാക്കൾ പോകും. ഈ ജ്ഞാനം ബാബയ്ക്കല്ലാതെ ആർക്കും നൽകുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നത്. ആ ഒന്നിനെ എത്ര ഓർമ്മിക്കേണ്ടതാണ്. ഓർമ്മയിൽ ഇരിക്കാത്തത് കാരണം മായയുടെ അടി കൊള്ളുന്നു. ഏറ്റവും കടുത്ത അടിയാണ് വികാരത്തിൻ്റേത്. യുദ്ധത്തിൻ്റെ മൈതാനത്തിൽ നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൊടുങ്കാറ്റ് വരും. എന്നാൽ ഒരു വികർമ്മവും ചെയ്യരുത്. വികർമ്മം ചെയ്തുവെങ്കിൽ തോറ്റുപോയി. ബാബയോട് ചോദിക്കുന്നു, ഇത് ചെയ്യേണ്ടി വരുന്നു. കുട്ടികൾ ശല്യം ചെയ്യുമ്പോൾ ദേഷ്യം വരുന്നു. കുട്ടികളെ നല്ല രീതിയിൽ സംരക്ഷിച്ചില്ലെങ്കിൽ ചീത്തയായി പോകും. പരിശ്രമിച്ച് അടിക്കാതിരിക്കൂ. ശ്രീകൃഷ്ണനെക്കുറിച്ചും ഉരലിൽ ബന്ധിച്ചതായി കാണിക്കുന്നുവല്ലോ. കയർ കൊണ്ട് ബന്ധിക്കൂ. ആഹാരം കൊടുക്കാതിരിക്കൂ. കരഞ്ഞ് കരഞ്ഞ് ഒടുവിൽ പറയും, ശരി, ഇനി ഞാൻ ചെയ്യില്ല. കുട്ടിയാണ്, വീണ്ടും ചെയ്യും. ശിക്ഷണം നൽകണം. ബാബയും കുട്ടികൾക്ക് ശിക്ഷണം നൽകുന്നു. കുട്ടികളെ ഒരിക്കലും വികാരത്തിൽ പോകരുത്. കുലകളങ്കിതർ ആകരുത്. ലൗകികത്തിലും ഏതെങ്കിലും കുപുത്രനായ കുട്ടിയുണ്ടെങ്കിൽ മാതാപിതാക്കൾ പറയുമല്ലോ, ഇവർ മുഖം കറുപ്പിക്കുകയാണ്, കുലത്തിന് കളങ്കമുണ്ടാക്കുന്നു. തോൽവിയും ജയവും, ജയവും തോൽവിയും ഉണ്ടായി ഉണ്ടായി ഒടുവിൽ ജയം ഉണ്ടാകും. സത്യത്തിൻ്റെ തോണിയാണ്. കൊടുങ്കാറ്റ് വളരെയധികം വരും. കാരണം ആർട്ടിഫിഷ്യലായവർ ധാരാളം ഇറങ്ങിയിരിക്കുകയാണ്. ചിലർ സ്വയം ഭഗവാൻ എന്ന് പറയുന്നു, ചിലർ മറ്റെന്തെങ്കിലും പറയുന്നു. അത്ഭുത സിദ്ധികളും വളരെയധികം കാണിക്കുന്നു. സാക്ഷാത്കാരവും നൽകുന്നു. ബാബ വരുന്നത് തന്നെ സർവരുടെയും സദ്ഗതി ചെയ്യുവാനാണ്. പിന്നെ ഈ കാട് അവശേഷിക്കുകയില്ല. ഈ കാട്ടിൽ വസിക്കുന്നവർ അവശേഷിക്കുകയില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. ഈ പഴയ ലോകം ശ്മശാനം ആയിരിക്കുകയാണ് എന്ന് അറിയുന്നുണ്ട്. മരിക്കാൻ പോകുന്നതിനോട് ഹൃദയം ചേർക്കാറില്ല. ഈ ലോകം പോകാൻ പോകുന്നു. വിനാശം നടക്കാൻ പോകുന്നു. ബാബ വരുന്നത് തന്നെ പുതിയ ലോകം പഴയതാകുമ്പോഴാണ്. ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കുകയാണെങ്കിൽ ബാറ്ററി ചാർജ് ആകും. വാണി വളരെ നന്നായി നടത്തിക്കുന്നു. എന്നാൽ ഓർമ്മയുടെ മൂർച്ചയില്ലെങ്കിൽ ആ ശക്തി ഉണ്ടായിരിക്കില്ല. മൂർച്ചയുള്ള വാൾ അല്ല. ബാബ പറയുന്നു, ഇത് ഏതെങ്കിലും പുതിയ കാര്യമല്ല. 5000 വർഷം മുമ്പും വന്നിരുന്നു. ബാബ ചോദിക്കുന്നു, മുൻപ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? അപ്പോൾ പറയുന്നു, കഴിഞ്ഞ കൽപ്പത്തിൽ കണ്ടുമുട്ടിയിരുന്നു.
ചിലർ പിന്നെ പറയുന്നു, ഡ്രാമ സ്വയമേ പുരുഷാർത്ഥം ചെയ്യിച്ചുകൊള്ളും. ശരി, ഇപ്പോൾ ഡ്രാമ പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ചെയ്യൂ. ഒരു സ്ഥാനത്ത് ഇരുന്നു പോകരുത്. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ പുരുഷാർത്ഥം ചെയ്തത് അവർ ചെയ്യും. ഇപ്പോൾ വരെയും വരാത്തവർ വരേണ്ടതുണ്ട്. ആരാണോ മുന്നോട്ട് പോകവേ ഓടിപ്പോയത്, പോയി വിവാഹവും മറ്റും കഴിച്ചത്, അവർക്കും ഡ്രാമയിൽ പാർട്ടുണ്ടായിരിക്കുമെങ്കിൽ വന്ന് വീണ്ടും പുരുഷാർത്ഥം ചെയ്യും. എവിടെ പോകുവാനാണ്? ബാബയുടെ അടുത്ത് തന്നെ എല്ലാവർക്കും വാൽ തൂക്കിയിടേണ്ടി വരും. ഭീഷ്മ പിതാമഹനും മറ്റും അന്തിമത്തിൽ വരുന്നു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ എത്ര ഗർവാണ്! പിന്നെ അവരുടെ ആ ഗർവ് അവസാനിക്കും. നിങ്ങളും ഓരോ 5000 വർഷത്തിനു ശേഷം പാർട്ട് അഭിനയിക്കുന്നു, രാജ്യം നേടുന്നു, നഷ്ടപ്പെടുത്തുന്നു. ദിനം പ്രതിദിനം സെൻറ്റേഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതവാസിയായി ആരാണോ വിശേഷിച്ച് ദേവീ ദേവന്മാരുടെ പൂജാരികൾ, അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. സത്യയുഗത്തിൽ ദേവീ ദേവതാ ധർമ്മമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പൂജ ചെയ്യുന്നു. ക്രിസ്ത്യൻസ് ക്രൈസ്റ്റിൻ്റെ മഹിമ ചെയ്യുന്നു. നമ്മൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ മഹിമ ചെയ്യുന്നു. അത് ആര് സ്ഥാപിച്ചു? അവർ വിചാരിക്കുന്നു കൃഷ്ണൻ സ്ഥാപിച്ചു എന്ന്. അതിനാൽ ആ ഒന്നിൻ്റെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലും നമ്പർ വൈസാണ്. ചിലർ ഒരളവിൽ പ്രയത്നിക്കുന്നു, ചിലർ മറ്റൊരളവിൽ. ഗോവർദ്ധന പർവ്വതത്തെ വിരൽ കൊണ്ട് ഉയർത്തി എന്ന് കാണിക്കുന്നുവല്ലോ. ഇപ്പോൾ ഇത് പഴയ ലോകമാണ്. എല്ലാ വസ്തുക്കളിൽ നിന്നും ശക്തി പോയിരിക്കുകയാണ്. സ്വർണവും ഖനികളിൽ നിന്നും വരുന്നില്ല. സ്വർഗത്തിലാണെങ്കിൽ സ്വർണത്തിൻ്റെ കൊട്ടാരമുണ്ടാകുന്നു. ഇപ്പോഴാണെങ്കിൽ ഗവൺമെൻറ് മടുത്തു പോകുന്നു. കാരണം കടം കൊടുക്കേണ്ടി വരുന്നു. അവിടെയാണെങ്കിൽ അളവറ്റ ധനമുണ്ട്. ചുമരുകളിലും വജ്രവൈഡൂര്യങ്ങൾ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കും. വജ്രങ്ങൾ പതിച്ചവയോട് താല്പര്യമുണ്ടായിരിക്കും. അവിടെ ധനത്തിൻ്റെ കുറവേയില്ല. കാരൂനിൻ്റെ ഖജനാവ് ഉണ്ടായിരിക്കുന്നു. അലാവുദ്ദീൻ്റെ ഒരു കളി കാണിക്കുന്നു. ഉരസുമ്പോൾ കൊട്ടാരം വരുന്നു. ഇവിടെയും ദിവ്യദൃഷ്ടി ലഭിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നു. അവിടെ പ്രിൻസസിൻ്റെ അടുക്കൽ ഓടക്കുഴൽ തുടങ്ങി എല്ലാ വസ്തുക്കളും വജ്രങ്ങളുടേത് ഉണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള വസ്തു ധരിച്ച് ഇരിക്കുകയാണെങ്കിൽ കൊള്ളയടിച്ച് കൊണ്ടുപോകും. കത്തി കൊണ്ട് കുത്തിയും കൊണ്ടുപോകും. അവിടെ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ഈ ലോകം തന്നെ വളരെ പഴയതും മോശമായതുമാണ്. ഈ ലക്ഷ്മി നാരായണൻ്റെ ലോകമാണെങ്കിൽ ആഹാ ആഹാ ആയിരുന്നു. വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ആയിരിക്കില്ലല്ലോ. അതിനെ സ്വർഗം എന്ന് പറയുമായിരുന്നു. നിങ്ങൾക്കറിയാം, തീർച്ചയായും നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. നമ്മൾ ഈ സോമനാഥൻ്റെ ക്ഷേത്രം ഉണ്ടാക്കിയിരുന്നു. ഇത് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ എന്തായിരുന്നു, പിന്നെ ഭക്തിമാർഗത്തിൽ എങ്ങനെ ക്ഷേത്രവും മറ്റും ഉണ്ടാക്കി പൂജ ചെയ്തു. ആത്മാവിന് തൻ്റെ 84 ജന്മങ്ങളുടെ ജ്ഞാനമുണ്ട്. എത്ര വജ്രവൈഡൂര്യങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം എവിടെ പോയി? പതുക്കെ പതുക്കെ എല്ലാം ഇല്ലാതായിപ്പോയി. മുസൽമാന്മാർ വന്നു, ഇത്രയും കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഖബറുകളിലും പോയി വജ്രം പതിപ്പിച്ചു. താജ്മഹലും മറ്റും ഉണ്ടാക്കി. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവിടെ നിന്നും കുഴിച്ചെടുത്ത് കൊണ്ടുപോയി. ഇപ്പോഴാണെങ്കിൽ യാതൊന്നുമില്ല. ഭാരതം ബെഗറാണ്. കടം തന്നെ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ധാന്യങ്ങൾ, പഞ്ചസാര തുടങ്ങിയവ ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ വിശ്വത്തിന് മാറേണ്ടതുണ്ട്.
എന്നാൽ അതിനു മുമ്പേ ആത്മാവിൻ്റെ ബാറ്ററിയെ സതോപ്രധാനം ആക്കുന്നതിനായി ചാർജ് ചെയ്യണം. ബാബയെ തീർച്ചയായും ഓർമ്മിക്കണം. ബുദ്ധിയുടെ യോഗം ബാബയോടൊപ്പം ആയിരിക്കട്ടെ. അതിലൂടെ തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. മായയുടെ യുദ്ധവും ഇതിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. മുൻപ് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. മറ്റുള്ളവർ എങ്ങനെയോ അതേപോലെയായിരുന്നു നിങ്ങളും. നിങ്ങൾ ഇപ്പോൾ സംഗമയുഗിയാണ്, അവരെല്ലാം കലിയുഗിയാണ്. മനുഷ്യർ പറയും, ഇവർക്ക് എന്ത് തോന്നുന്നുവോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനുള്ള യുക്തികളും ഉണ്ടല്ലോ. പതുക്കെ പതുക്കെ നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ബാബ വലിയ യൂണിവേഴ്സിറ്റി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മനസ്സിലാക്കിക്കുന്നതിനായി ചിത്രം ആവശ്യമാണല്ലോ. മുന്നോട്ട് പോകവേ നിങ്ങളുടെ അടുക്കൽ ഈ എല്ലാ ചിത്രങ്ങളും ട്രാൻസ്ലൈറ്റിൻ്റേത് നിർമ്മിക്കപ്പെടും. അതിലൂടെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും സഹജമാകും. നിങ്ങൾക്കറിയാം, നമ്മൾ ചക്രവർത്തി രാജ്യം വീണ്ടും സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്, ബാബയുടെ ഓർമ്മയിലും ജ്ഞാനത്തിലൂടെയും. മായ ഇടയിൽ വളരെയധികം ചതിക്കുന്നു. ബാബ പറയുന്നു, ചതിവിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരിക്കൂ. യുക്തികൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. വായിലൂടെ കേവലം ഇത്രമാത്രം പറയൂ, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നിങ്ങൾ ഈ ലക്ഷ്മി നാരായണനായി മാറും. ഈ ബാഡ്ജസും മറ്റും ഭഗവാൻ സ്വയം ഉണ്ടാക്കിച്ചതാണ്. അപ്പോൾ ഇതിനോട് എത്ര മതിപ്പുണ്ടാകേണ്ടതാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സർവഗുണങ്ങൾ കൊണ്ടും തന്നെ അലങ്കരിക്കണം. ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. എല്ലാവർക്കും സുഖത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കണം. മുഴുവൻ ലോകവും ശ്മശാനമായിരിക്കുകയാണ്. അതിനാൽ ഇതിനോട് ഹൃദയം ചേർക്കരുത്. സ്മൃതി ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ പുതിയ ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. വരദാനം: മായയിൽ നിന്നും അഥവാ വിഘ്നങ്ങളിൽ നിന്നും സേഫ് ആയിരിക്കുന്ന ബാബ് ദാദയുടെ ഛത്രഛായയുടെ അധികാരിയായി ഭവിക്കട്ടെ. ആരാണോ ബാബ് ദാദയുടെ സ്നേഹപൂർവം തിരിച്ചു കിട്ടിയ ഓമനകളായവർ, അവർക്ക് ബാബ് ദാദയുടെ ഛത്രഛായ അധികാര രൂപത്തിൽ പ്രാപ്തമാകുന്നു. ആ ഛത്രഛായയിൽ മായയ്ക്ക് വരാനുള്ള ശക്തിയില്ല. അവർ സദാ മായയുടെ മേൽ വിജയിയായി മാറുന്നു. ഈ ഓർമ്മയാകുന്ന ഛത്രഛായ സർവവിഘ്നങ്ങളിൽ നിന്നും സേഫ് ആക്കുന്നു. ഒരു പ്രകാരത്തിലുമുള്ള വിഘ്നത്തിന് ഛത്രഛായയിൽ ഇരിക്കുന്നവരുടെ അടുക്കൽ വരാൻ സാധിക്കില്ല. ഛത്രഛായയിൽ ഇരിക്കുന്നവർക്ക് പ്രയാസത്തിലും പ്രയാസമായ കാര്യം പോലും സഹജമായി മാറുന്നു. പർവ്വത സമാനമായ കാര്യങ്ങൾ പഞ്ഞി പോലെ അനുഭവപ്പെടുന്നു. സ്ലോഗൻ: പ്രഭു പ്രിയരും ലോകപ്രിയരും സ്വയം പ്രിയരും ആകുന്നതിനായി സന്തുഷ്ടതയുടെ ഗുണം ധാരണ ചെയ്യൂ. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. വിശേഷിച്ച് ഓർമ്മയുടെ യാത്രയെ പവർഫുൾ ആക്കൂ. ജ്ഞാനസ്വരൂപത്തിൻ്റെ അനുഭവിയാകൂ. ശ്രേഷ്ഠ ആത്മാക്കളായ താങ്കളുടെ ശുഭവൃത്തിയും മംഗളത്തിൻ്റെ വൃത്തിയും ശക്തിശാലി അന്തരീക്ഷവും അനേകം പിടയുന്ന അലയുന്ന വിളിക്കുന്ന ആത്മാക്കൾക്ക് ആനന്ദത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും അനുഭൂതി ഉണ്ടാക്കിക്കും. മനസാ സേവനത്തിൻ്റെ അഭ്യാസം. വിശ്വ
മംഗളകാരിയായ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ ഈശ്വരീയ ഖജനാവുകൾ ഞാൻ ഈ വിശാല സേവനത്തിനായി വിനിയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ സങ്കല്പശക്തി കൊണ്ട് ഈ വിശ്വത്തിൻ്റെ പരിധിയില്ലാത്ത സേവനം ചെയ്യുവാനായി എൻ്റെ ആത്മസ്വരൂപത്തെ സജ്ജമാക്കുകയാണ്. എൻ്റെ സങ്കല്പശക്തിയെയും സമയത്തിൻ്റെ ശക്തിയെയും വ്യർത്ഥമാക്കാതെ സമ്പൂർണ്ണ സമർത്ഥമാക്കി ഈ വിശാല സേവനത്തിന് നിമിത്തമാകുന്ന സഹയോഗി ആത്മാവാണ് ഞാൻ. എൻ്റെ സൈലൻസിൻ്റെ ശക്തിയിലൂടെ ശുഭഭാവനയിലൂടെയും മംഗള ഭാവനയിലൂടെ മുഴുവൻ വിശ്വത്തിലും ആത്മീയതയുടെ അലകൾ ഇപ്പോൾ വ്യാപിക്കുകയാണ്. സന്തോഷത്തിൻ്റെ അലകൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുകയാണ്. ഈ വിശ്വത്തിലെ ഭയഭീതരായ ആത്മാക്കളെ, പ്രതീക്ഷയറ്റ ആത്മാക്കളെ, ശ്രേഷ്ഠ ഭാവിയുടെ പുതിയ പ്രതീക്ഷകൾ ഉണർന്നു വരട്ടെ. അവരിലെ ഭയഭീതികൾ അകലട്ടെ, നിരാശകൾ നീങ്ങട്ടെ, സന്തോഷത്തിൻ്റെ അലകൾ അവരിൽ ഉൽപ്പന്നമാകട്ടെ.